ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു പഞ്ചാബിൽ നടന്ന റിവൈവൽ. എന്താണ് അവിടുത്തെ കൺവേർഷൻ? എങ്ങനെയാണത് ബൂം ചെയ്തത്? അപ്പോൾ അത് പല രീതിയിലുള്ള ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത് മലയാളത്തിലെ പല യൂട്യൂബ് ചാനലും അത് പല രീതിയിലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് നല്ലത്. കാരണം ഇപ്പോഴെങ്കിലും യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ഒരു പ്രേക്ഷകനെ അല്ലാതെ അത് ജനാധിപത്യ വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു ജേർണലിസ്റ്റ് എന്താണ് സംഭവം നടക്കുന്നത്, അത് ശരിക്കും അത് യാഥാർത്ഥ്യത്തെ കൺവേ ചെയ്യണം. അതാണ് മീഡിയയുടെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 സ്റ്റേറ്റായ തമിഴ്നാടിനെ പറ്റിയും ആന്ധ്രയെ പറ്റിയുമാണ്. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, പഴയ എൻ്റെ വീഡിയോ കണ്ടവർക്ക് ഏകദേശം 1-2 വർഷം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ഇന്ത്യയിലെ ദളിത് അവരിലുണ്ടായിരിക്കുന്ന മതപരിവർത്തന മാറ്റം. അതിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിൻ്റെ അകത്ത് പ്രധാന ക്രൂഷ്യൽ പോയിൻ്റ് ഉണ്ട്. ഏകദേശം 4-5 മാസം മുമ്പ് അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ചെയ്തു. അതായത് ഇന്ത്യയിലെ ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അതായത് ജാതീയത എന്ന് പറയുന്നത് ഇവിടെയുള്ള ദളിത് കമ്മ്യൂണിറ്റിയും ആദിവാസി കമ്മ്യൂണിറ്റിക്കും ഒരു പരിധിയിൽ കൂടെ ഇനിയും അത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അത് മാറ്റിയേ മതിയാകൂ. അതിന് ഹൈന്ദവ കമ്മ്യൂണിറ്റികൾ ഒരുമിച്ച് പരിശ്രമിക്കണമെന്ന് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ എന്നെ കുറ്റപ്പെടുത്തി ഞാൻ കുരിശ് കൃഷി നടത്തുന്നു, അത് പറയുന്നു, ഇത് പറയുന്നൊക്കെ നിങ്ങൾ ഒത്തിരി ഏതൊക്കെ പറഞ്ഞു. അപ്പം ഞാനിത് വളരെ മുൻകൂട്ടി കണ്ടിട്ടാണ് ഇത് ഓരോന്ന് പറയുക. കാരണം ഈ പറയാൻ പോകുന്ന അതേപോലെ പഞ്ചാബ് വീഡിയോ ഞാൻ ചെയ്യേണ്ടി വരും. അപ്പം അതെന്താണ് പറയുന്നതിന് മുമ്പ് നിങ്ങളെ ഇൻഫോം ചെയ്തു. അതാണത് പറയാനുണ്ടായ കാരണം. അതായത് പ്രധാനമായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ഹൈന്ദവ കമ്മ്യൂണിറ്റിയിലെ ജാതീയത എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇനി ഫർദർ ഇന്ത്യയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയാം, ഇന്ത്യയിൽ ഹൈന്ദവ കമ്മ്യൂണിറ്റി ഷാർപ്പായിട്ട് ഡിക്ലൈൻ ചെയ്യും. ഷാർപ്പ് എന്ന് പറഞ്ഞാൽ ഷാർപ്പായിട്ട്, ഇനി വലിയ താമസമൊന്നുമില്ല. അതാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ റീസൺ എന്താ? അതിന് റീസണുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ആഹാരമാണ്, അതായത് പട്ടിണി. അതായത് നമ്മുടെ മുമ്പിൽ ഡാറ്റയുണ്ട്. അതായത് ലിബറലൈസേഷന് ശേഷം, അതായത് ഇന്ത്യ ഒരു ഒരു എക്കോണമിക് പവറായ ശേഷം ഏകദേശം 26 കോടി ജനങ്ങളുടെ പട്ടിണി മാറി. എഗ്രീഡ്. അപ്പോൾ പട്ടിണി മാറുക എന്ന് പറയുന്നത് അടുത്ത വലിയ എന്തുവാ? ഷെൽട്ടറാണ്. അപ്പോൾ അവന് ഷെൽട്ടർ കിട്ടാൻ തുടങ്ങി. അപ്പോൾ അവന് പട്ടിണി മാറി, അവന് ഷെൽട്ടർ കിട്ടാൻ തുടങ്ങി, അവന് വസ്ത്രം കിട്ടാൻ തുടങ്ങി. അവൻ്റെ ലൈഫ് ചേഞ്ചായി. എഗ്രീഡ്. ഇതോടെ പാർട്ട്. അടുത്തത് എന്തുവാ? അവന് സ്റ്റാറ്റസ് കോ വേണം, അവന് സോഷ്യൽ ലൈഫ് വേണം. അതൊരു മനുഷ്യൻ്റെ ബേസിക് ആവശ്യമാണ്. അതിനെ നിങ്ങൾ കാസ്റ്റിൻ്റെ പേരിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവൻ വേറെ എടുത്തു പോകും. ഇത് സ്വാഭാവികമാണ്. അതിനകത്ത് ഈ പാൽപ്പൊടി കൊടുത്തു, പണം കൊടുത്തു, കൺവേർട്ട് ചെയ്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതിലൊന്നും അർത്ഥമില്ല നിങ്ങൾ ഈ പറയുന്നതിൻ്റെ അകത്ത്. കാരണം ഞാൻ ഈ ജനങ്ങളുടെ അകത്ത്, അതായത് ഈ ഗ്രൗണ്ട് സീറോയിൽ ജേർണലിസം ചെയ്യുന്നവനാണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡേറ്റ എടുക്കാനും ഇങ്ങനെയുള്ള വിവരങ്ങൾ ശേഖരിക്കാനും ഈ പോയി കഴിയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും എന്താണ് സംഭവിക്കുന്നത്. അപ്പം അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന ചില പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിലെ ബാക്ക്വേർഡ് ക്ലാസ് അവരാണ് ഏറ്റവും കൂടുതൽ കൺവേർഷൻ നടത്തുന്നത്. സത്യമോ? അതിന് സംശയം എന്തോ? കാര്യം എന്തോ? അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന പാൽപ്പൊടിയും പണവും ഉടുപ്പും തട്ടും ഒന്നും അല്ല. കാരണം അതവനെ കിട്ടി. അതിവിടുത്തെ ഈ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ എക്കോണമി മാറിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ പട്ടിണി മാറി, അവന് വസ്ത്രം കിട്ടി, അവന് ഷെൽട്ടർ കിട്ടി, അവന് ചെറിയ ജോലികളൊക്കെ കിട്ടി. പിന്നീട് എന്തുവാ? അവനൊരു സോഷ്യൽ ലൈഫ് കൊടുക്കാൻ പറ്റുന്നില്ല ഇവിടുത്തെ അപ്പർ കാസ്റ്റിന്. അവിടെയാണ് കാരണം അവൻ്റെ സ്റ്റാറ്റസ് കോ പ്രശ്നമാണ്. ഇവിടെയാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അതായത് ഇന്ത്യയിലെ ഹൈന്ദവ സോഷ്യോളജി അറ്റാക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയ സെൽഫ് അറ്റാക്ക്, സെൽഫ് ഗോൾ എന്ന് പറയുന്നതാണ് ഇത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ആന്ധ്രയെ പറ്റി, അത് കഴിഞ്ഞ് തമിഴ്നാട് പറയാം. നിങ്ങൾക്കറിയാം ശബരിമല, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു സമയത്ത് വന്നുകൊണ്ടിരുന്ന ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായിരുന്നു. നേരത്തെ ഇത്രമാത്രം ഈ കർണാടകയിൽ നിന്ന് ആൾ വരത്തില്ലായിരുന്നു. എന്താ പുതിയ കണക്ക് വരുന്നത്? ശബരിമലയിലും തിരുപ്പതിയിലും പോകുന്ന ആന്ധ്രാക്കാരുടെയും തമിഴ്നാടുകാരുടെയും അതായത് വിശ്വാസികളുടെ എണ്ണം 40% ഡിക്ലൈൻ ചെയ്തു.
40% ഡിക്ലൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് അൺഇമാജിനബിൾ. ചിന്തിക്കുന്നതിന് അപ്പുറത്തോട്ട് പോവുക. എന്താ അതിൻ്റെ കാരണം? ഞാൻ ഈ പറയുന്ന ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് 40% താഴെ ഷാർപ്പായിട്ട് ഡിക്ലൈൻ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താ? നിങ്ങളപ്പം പറയും അതിനകത്ത് വരുമാനം കാരണം മണിയുടെ ഡിവാലുവേഷൻ അനുസരിച്ച് ജനങ്ങളുടെ സമ്പാദ്യം അവൻ്റെ വരുമാനം കൂടുന്നതനുസരിച്ച് കാണിക്ക വഞ്ചിയിലൊക്കെ പൈസ കിട്ടും. പക്ഷെ വരുന്ന വിശ്വാസികളുടെ എണ്ണത്തിൽ ഷാർപ്പായിട്ട് അങ്ങ് ഡിക്ലൈൻ ചെയ്തു. ഇത് റീസണബിളായിട്ടുള്ള ഡാറ്റ വെച്ചാണ് പറയുന്നത്. ഗ്രൗണ്ടിൽ പണ്ട് AP രജിസ്ട്രേഷൻ, തമിഴ്നാട് രജിസ്ട്രേഷനും അവിടെയുള്ള ഗ്രാമാന്തരങ്ങളിലുമൊക്കെ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് 40 ദിവസത്തെ ഫാസ്റ്റിങ്ങും പരിപാടികളൊക്കെ വളരെ വിസിബിളായിരുന്നു, നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ അവരവിടെ പോയി. വരുന്നില്ല എന്ന് പറയാം, കാരണം അതങ്ങ് ഡിക്ലൈൻ ചെയ്തു. അതിൻ്റെ കാര്യം എന്ത്? അപ്പോൾ പല റീസൺ പറയും. ക്ലൈമറ്റ് ചേഞ്ചാണ്, അവിടെ കേരളത്തിൽ ഈ വന്നു കഴിഞ്ഞാൽ ശബരിമലയുടെ ഇഷ്യൂ ആണ്. അങ്ങനെയാണ് തിരുപ്പതിയിൽ എന്തോ ഇഷ്യൂ? അപ്പോൾ അവിടെ എന്താ ഉറങ്ങുന്നത്? എൻ്റെ ചോദ്യത്തിന് ഉത്തരം എന്താ? ഒറ്റ കാര്യമേ ഉള്ളൂ, അവർ വിശ്വാസികൾ ഈ പറയുന്ന ഹൈന്ദവ വിശ്വാസത്തിന് ചേഞ്ചായി. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇനി ഞാൻ ചില എക്സാമ്പിൾ പറയാം. ഇതൊക്കെ നിങ്ങൾ ഇൻ്റർനെറ്റിലും യൂട്യൂബിലും ഒക്കെ പോയി അന്വേഷിച്ച് നിങ്ങൾ തന്നെ കൺഫേം ചെയ്തോണം. ഈ ഹൈദരാബാദിൽ, അതായത് തെലങ്കാന സ്റ്റേറ്റിൽ ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിൻ്റെ പേര് കാൽവറി ടെമ്പിൾ എന്നാണ്. ഒരു ഹൈന്ദവനായ സതീഷ് കുമാർ, അദ്ദേഹം ഒരു ടെക്കിയായിരുന്നു. അതായത് ആദ്യകാലത്തെ ടെക്കിയായിരുന്നു. അദ്ദേഹം ഒരു ഹൈന്ദവ കുടുംബത്തിൽ പിറന്ന ഒരു നല്ല ഫാമിലിയിൽ പിറന്ന ഒരാളാണ്. ഇത് അമേരിക്കയിലൊക്കെ ആയിരുന്നു. അല്ല, ടെക്കിയായിട്ട് ഭയങ്കരമായിട്ട് സക്സസ് ആയ ഒരാളാണ് സതീഷ് കുമാർ. 2005 25 പേരുമായിട്ട് ഒരു ചർച്ച സ്റ്റാർട്ട് ചെയ്യുന്നു ഹൈദരാബാദിൽ. ആലോചിച്ച് നോക്കുക. ഇദ്ദേഹം ഇവിടെ ജോലി ചെയ്തിട്ട് അമേരിക്കയിൽ ഗ്രീൻ കാർഡിന് പോയി അവിടെ വെച്ചാണ് ഇയാൾ മാനസാന്തരപ്പെട്ട് ക്രൈസ്തവനായിട്ട് തിരിച്ചു വരുന്നത്. പിന്നീട് ടെക്കിയായിട്ട് ജോലി ചെയ്തിട്ടൊരു സമയത്താണ് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അവസാനം ഒരു ചർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 25 പേരുമായിട്ട്. നിങ്ങൾക്കറിയാം ഇന്ന് ആ ചർച്ചിൻ്റെ മെമ്പേഴ്സ് എത്രയാണ്? 3 ലക്ഷം പേര് ഒരു ചർച്ചിൻ്റെ മെമ്പേഴ്സാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ച് ഇതാണെന്നാണ് ഗ്ലോബൽ മീഡിയ പറയുന്നത്. ഇവാഞ്ചലിക്കൽ ചർച്ചാണ്. ആലോചിച്ച് നോക്കുക, ഇവിടുന്ന് എങ്ങോട്ട് പോയി. ഇനി മറ്റൊരു സംഭവം, ഈ ചർച്ചിൽ വരുന്ന വലിയൊരു വിഭാഗം ആൾക്കാരും അവിടെയുള്ള ദലിറ്റ്സ് അല്ല, അവിടെയുള്ള റെഡ്ഡീസും റാവൂസുമാണ്. അതായത് ആ പഴയ രീതിയിൽ നിന്നും ദലിറ്റ്സിൽ നിന്ന് മാറിയിട്ട് ഇവരിങ്ങോട്ട് കയറാൻ തുടങ്ങി. എന്താ ഇതിൻ്റെ കാര്യം? അതായത് നിങ്ങൾ മനസ്സിലാക്കുക, റീസൺ ഉണ്ട്. അതായത് ടെക്കീസായിട്ട് വരുന്നവരിൽ അവർക്ക് എപ്പോഴും എങ്ങനെയാണെങ്കിലും ഒരു ചാൻസ് കിട്ടും അമേരിക്കയിൽ പോയി ജോലി ചെയ്യാൻ. അതായത് ഗ്രീൻ കാർഡിൽ ചിലപ്പോൾ 5 വർഷം, 6 വർഷം, 10 വർഷം ഈ പോയി ജോലി ചെയ്യുന്നപ്പോൾ 100 പേര് അമേരിക്കയിൽ പോയി പല ടെക്കി കമ്പനിയായിട്ട് ബന്ധപ്പെട്ട്. ഈ 100 പേര് പോയിട്ട് വരുന്നതിൽ 20 പേരും കൺവേർട്ട് ചെയ്തു. അതിൻ്റെ അകത്ത് 10 പേര് പാസ്റ്റർമാരായി. ഇതാണ് സംഭവം, മനസ്സിലാക്കുക. പിന്നെ എങ്ങനെ തിരുമലയിലും ഈ പറയുന്ന തിരുപ്പതിയിലും ശബരിമലയിലും ആൾ വരുന്നേ? ആലോചിച്ച് നോക്കുക, സീരിയസ് ആണ് ഇഷ്യൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. ഈ പറയുന്ന കൺവേർഷൻ നടന്നു. ഈ ജനങ്ങളെ പറ്റി ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ആൾക്കാരാരാണെന്നറിയും? ഈ പറയുന്ന ബ്യൂറോക്രാറ്റ്സ് ഒന്നുമല്ല, പൊളിറ്റീഷ്യൻസിന് അറിയാം. എന്തുകൊണ്ടാണ് പൊളിറ്റീഷ്യൻസിന് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞ കാര്യം എന്താ അറിയും? കാരണം അവർ ഈ ജനങ്ങളുമായിട്ട് വോട്ട് പിടിക്കാൻ പോകുന്ന അവരെല്ലാം ഡാറ്റയും വെച്ചുകൊണ്ടിരിക്കും. ഇവരെ ഒക്കെ ഗ്യാദർ ചെയ്യുന്നത് ഏത് ചർച്ചിലാണ് പോകുന്നത്, ഏത് അമ്പലത്തിലാണ് പോകുന്നത്, ഏത് ആശ്രമത്തിലാണ് പോകുന്നത്, ഇവർക്കറിയാം സംഭവം. ഇപ്പോഴത്തെ ആന്ധ്ര മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പഴയ RSSകാരനാണ്. അയാൾ എന്തോന്ന് ഇപ്രാവശ്യം ആന്ധ്രയിൽ ഇലക്ഷൻ നടന്നപ്പോൾ എല്ലാ പള്ളികളും, അതായത് പെൻഡക്കോസ്റ്റ് ഇവാഞ്ചലിക്കൽ പള്ളികളിൽ പോയിട്ട് അയാൾ എല്ലായിടത്തും ഹാലേലിയയും പ്രൈസിലോടുമാണ് പറഞ്ഞേ. എടുത്ത വീഡിയോ എടുത്ത് നോക്കി. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലുണ്ട്, എടുത്ത് നോക്കിക്കോണം. എന്തിനാണ് കോൺഗ്രസ് പാർട്ടി അവിടുത്തെ PCCയുടെ പ്രസിഡൻ്റായിട്ട് ഷേർമിള ആരാണ്? YS രാജശേഖർ, അയാൾ ക്രിസ്ത്യനാണ്. എന്തിനാണ് ഷേർമിളയെ
അവിടുത്തെ PCC പ്രസിഡൻ്റ് ആക്കിയത് കാര്യം നിങ്ങൾക്കറിയാം എന്താണ്? അവരുടെ ഭർത്താവ് ഈ പറയുന്ന തെലുങ്കാനയിലും ആന്ധ്രയിലും അറിയപ്പെടുന്നൊരു പാസ്റ്ററാണ്. അതാണ് എൻ്റെ കാര്യം. ആലോചിച്ചോ എന്ത് ഇൻഫ്ലുവൻസാണ് ഇവർക്കുള്ളതെന്ന്. അതായത് പൊളിറ്റിക്സിൽ വരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് ആന്ധ്രയിൽ മാറിയേക്കുന്നത്. എന്താ ചന്ദ്രബാബു നായിഡു ഇപ്രാവശ്യം ആന്ധ്രാപ്രദേശ് ഇലക്ഷൻ നടന്നപ്പം ഏറ്റവും കൂടുതൽ അയാൾ പോയത് ഇവാഞ്ചലിക്കൽ ചർച്ചിലാണ്. മനസ്സിലാക്കുക, ജഗൻ എന്ന് പറയുന്ന ഇവാഞ്ചലിക്കൽ ചർച്ച് എപ്പോഴും ബൈബിൾ വായിച്ചു നടക്കുന്ന ഒരാളാണ്. ആ ജഗനെതിരെ അവിടെയുള്ള ഇവാഞ്ചലിക്കൽ ചർച്ചുകാർ ഒരുമിച്ച് കൂടിയിട്ട് അവരെല്ലാവരും പറഞ്ഞു ജഗന് വോട്ട് ചെയ്യരുത്, അയാൾ കറപ്റ്റഡാണ് എന്നും പറഞ്ഞാണ് ജഗനെ തോൽപ്പിക്കുന്നത്. ജഗനെ അവിടെ തോൽപ്പിച്ച് ചന്ദ്രബാബു നായിഡുവിനെ അവിടെ ജയിപ്പിച്ചത് ഇത്രയും ഭൂരിപക്ഷം കൊടുത്ത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യനാണ്. അത് നിങ്ങൾക്കറിയോ? ഇനി ആന്ധ്രയിൽ പോവുക, പല വില്ലേജുകളിൽ പോവുക, പലയിടത്തും പോവുക, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ വില്ലേജിൻ്റെ സ്വഭാവം മുഴുവനും മാറി. അവിടെയുള്ള ഈ ആന്ധ്രാക്കാര അമ്പലം വിശ്വാസികളൊക്കെയാണ്. അവിടെയുള്ള അമ്പലങ്ങളിൽ നിന്നും പോകാൻ ആളില്ല. അവിടെയെല്ലാം ചർച്ചുകളായി, എല്ലാം ഹൗസ് ചർച്ച്, അതായത് ഈ ഓരോ വീടുകളുടെ അകത്തൊക്കെ ചർച്ചുകളായി. അത്ര ഭയങ്കരമായിട്ടാണ് ആന്ധ്രയിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് യഥാർത്ഥ റിവൈവൽ. അപ്പം ഞാൻ പറഞ്ഞു ഒരു സമയത്ത് ദളിറ്റ്സാണ് കൺവേർട്ട് ചെയ്യും. ഇപ്പോഴും അവിടുത്തെ ഫോർവേഡ് കാസ്റ്റ്, അതായത് റെഡ്ഡീസും കമ്മാസും അവരുടെ പുതിയ ജനറേഷൻ പിള്ളേർ മുഴുവനും ഒന്നടങ്കം അങ്ങ് കൺവേർട്ട് ചെയ്തു. ഇതാണ് ഉണ്ടായത്. ഇതാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് ഇവരെ കൺവേർട്ട് ചെയ്തു ചോദ്യമാണ്. കാരണം അതാണ് ഈ പറയുന്ന ഇവാഞ്ചലിക്കൽ മിഷൻ എന്ന് പറയുന്നത്. ആ മിഷനെ ഒന്നും ഈ പറയുന്ന RSSനും ബജരാംഗളും അത് പുല്ലും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഹൈലി പെനട്രേറ്റഡ് ആണ് ഈ സാധനം. ആന്ധ്രയിൽ ഇവർ എതിർത്തിട്ട് വല്ലതും നടന്നു. ഇനി ഞാൻ അടുത്ത സംഭവം അറിഞ്ഞൊരു സംഭവമുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വല്ലവരോടും ചോദിച്ചപ്പം. ഇനിഷ്യലി ചില സമയത്ത് അവിടെ സീനിയർ ആയിട്ടുള്ള RSSൻ്റെ പല നേതാക്കളും അവിടെയുള്ള ഹിന്ദു മുന്നണിയുടെ പല ആൾക്കാർ ഈ ചർച്ചുമായിട്ട് ബഹളം അവരെ തടസ്സപ്പെടുത്താനൊക്കെ വലിയ പ്രശ്നമുണ്ടാക്കി. പിന്നീട് 2 വർഷം ആ RSSകാരൻ ഉൾപ്പെടെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യനായിട്ട് പാസ്റ്ററായി. ഇതാണ് ആന്ധ്രയിൽ. ഇനി ആന്ധ്രയിലെ ബ്യൂറോക്രസി എടുത്ത് നോക്ക്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇവരൊന്നും പേര് മാറിയിട്ടില്ല. ഇവരെല്ലാം പേരും ഹിന്ദു പേരുകൾ മാത്രമാണ്. ഇവരെ വേണമെങ്കിൽ ക്രിപ്റ്റോ ക്രിസ്ത്യൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവരുടെ വിശ്വാസം മാറി. ഇനി ആന്ധ്രയിലെ ബ്യൂറോക്രസി, പോലീസ്, അവിടെ ഈ ആന്ധ്രയിലാണെങ്കിൽ തെലുങ്കാനയിലും വലിയൊരു ശതമാനം ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ്. ഇനി മറ്റൊരു പോയിന്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ആന്ധ്രയിലെ സിനിമാ ഫീൽഡ്, അതിനകത്ത് 60% മുകളിലുള്ളവര് ഇവാഞ്ചലിക്കൽ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ്. എത്ര പേർക്കറിയാം സംഭവം? അവരവരുടെ പേരൊന്നും മാറ്റുന്നൊന്നുമില്ല. ബട്ട് ദേ ആർ ക്രിസ്ത്യൻ ബിലീവേഴ്സ് ആണ്. അതായത് ആന്ധ്ര എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഹിന്ദുക്കളുടെ കയ്യിലല്ല ഇപ്പോഴും. മെജോറിറ്റി എന്ന് പറയുന്നത് ക്രിസ്ത്യൻസ് ആണ്. ഞാൻ തീർത്തും പറയാം, കാരണം അതിൻ്റെ ഡേറ്റ ഞാൻ നോക്കി. ഡേറ്റ എന്ന് പറയുന്നത് ഇത് ഒഫീഷ്യൽ ഡേറ്റ, കാരണം ഇവർ സെൻസസിലൊന്നും വരുത്തുന്നുമില്ല. പക്ഷെ റീസൺ എന്ന് പറയുന്നത് എന്തുവാ? ഓരോ ഭാഗത്തോട്ടും ഓരോ ഗ്രാമത്തിലോട്ടും അത്ര വേഗതയിലാണ് ഇത് പെനട്രേറ്റ് ചെയ്തത്. ഇനി ആന്ധ്രാക്കാരുടെ താല്പര്യം എന്തുവാ? അവരുടെ കുട്ടികളെ അവർക്ക് ഏറ്റവും വലിയ താല്പര്യം അമേരിക്കയെ വിട്ട് പഠിപ്പിക്കുക. നിങ്ങൾ എടുത്തു നോക്കുക, അമേരിക്ക യൂണിവേഴ്സിറ്റി പോയിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആന്ധ്രയിൽ നിന്നാണ് പിള്ളേർ. ഈ പിള്ളേരൊക്കെ തിരിച്ചു വന്ന് 20-30% പഠിച്ചിട്ട് തിരിച്ച് ജോലിയും കഴിയവേ ക്രിസ്ത്യാനിയായിട്ടാണ് വരുന്നത്. ഇതാണ് ആന്ധ്രയിലുണ്ടായ കാരണം ഞാൻ പലരെയും കണ്ടു ഈ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന. കാരണം ഞാൻ ലോസ് ഏഞ്ചലസ് താമസിച്ചപ്പോഴും ഇതേ യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നേരിട്ട് കണ്ടു. കാരണം ഈ ആന്ധ്രാക്കാരുടെ അവരുടെ ഒരു വർഷിപ്പ്, അതായത് മാസീവ് വർഷിപ്പ്. എത്ര പേരാ കുട്ടികൾ ചേർന്ന് അവിടെയുള്ള പല യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസിലെ കുട്ടികൾ എല്ലാം ഹിന്ദുക്കളാണ്. അവർ വർഷിപ്പ് നടത്തുക. ആ രീതിയിലാണ് അവർ തെലുങ്ക് വർഷിപ്പ്, ഇംഗ്ലീഷ് വർഷിപ്പ് നടത്തുന്നത്. ആ രീതിയിലാണ് ആന്ധ്ര മാറിയത്. അപ്പം അതിനെ തടുക്കാൻ ഒരു പുല്ലും നടക്കത്തില്ല. കാരണം ഇനി ആന്ധ്രയിലെ പല അമ്പലങ്ങൾ, പിന്നെ കണക്കെടുത്ത് നോക്ക്, പല അമ്പലങ്ങളും നടത്തുവാൻ, അതായത് നിങ്ങൾക്കറിയാം അമ്പലം എന്ന് പറഞ്ഞാൽ വലിയ ചെറിയ അമ്പലമുണ്ട്, വലിയ അമ്പലമുണ്ട്. ഇതിനകത്ത് നടത്തുവാൻ പണമില്ല. കാരണം ആൾക്കാർ പണം കൊടുക്കുന്നില്ല. ഇവരെല്ലാം വിശ്വാസികൾ, മറ്റേ ക്രൈസ്തവ വിശ്വാസികളായിട്ട് മാറി. പിന്നെ ഹിന്ദു റിച്വൽസ് ഏറ്റവും കൂടുതൽ ആന്ധ്രയിലും, സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആന്ധ്രയിലും തമിഴ്നാട്ടിലും കർണാടകയിലുമാണ്. ആ റിച്വൽസ് ചെയ്യാൻ പോലും ആന്ധ്രയിൽ ആൾക്കാരില്ല. ആ രീതിയിലുള്ള മാസീവ് ചേഞ്ചാണ് ആന്ധ്രയിൽ സംഭവിച്ചത്. ഇനി അടുത്ത തമിഴ്നാട്. എന്താണ് തമിഴ്നാട് സംഭവിക്കുന്നത്? നിങ്ങൾ കേരളത്തിനടുത്ത് കിടക്കുന്നതല്ലേ,
നിങ്ങൾ ഈ തമിഴ്നാട്ടിൽ വെറുതെ ഒന്ന് പോകുമ്പോൾ ഈ റോഡിൽ കൂടെ പോകുന്ന വണ്ടികൾ നോക്കണം, ഓട്ടോറിക്ഷ, ടാക്സി, ലോറിയൊക്കെ നോക്കണം. നിങ്ങൾ 10 വണ്ടി എടുക്കുക, 10 വണ്ടിയിൽ 5 വണ്ടി 6 വണ്ടിയിലും എഴുതിയേക്കുന്ന ജീസസ് ഈസ് മൈ സേവിയർ, ഗോഡ് ബ്ലസ് യു, ഗോഡ് ഈസ് വിത്ത് മീ, ഇത് സംഭവം എഴുതിയേക്കുന്നത്. ഇതിൻ്റെ എന്തോ സൂചന നിങ്ങൾക്ക് ലഭിക്കുന്നത്? ആ തമിഴ്നാട് എന്ന് പറഞ്ഞ അവിടെ നല്ല പോലെ ക്രിസ്ത്യാനിറ്റി പെനട്രേറ്റ് ചെയ്തു, ഭയങ്കരമായിട്ട് പെനട്രേറ്റ് ചെയ്തു. ഇനി മറ്റൊരു സംഭവമുണ്ട്, ഈ തമിഴന്മാർ ഏറ്റവും കൂടുതൽ ശബരിമല വന്നുകൊണ്ടിരുന്ന അവരവിടെ പോയി. എൻ്റെ ചോദ്യം, അവരവിടെ പോയി? അവർ വിശ്വാസത്തിൽ നിന്ന് മാറി. തമിഴ്നാടെന്ന് പറയുന്നത് ടെമ്പിൾ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ അമ്പലങ്ങളുള്ള സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. എന്തിനാ അമ്പലങ്ങൾ? കാരണം അത്രമാത്രം അമ്പലമുണ്ട്. തമിഴ്നാടിൻ്റെ ഒരു കൾച്ചറുണ്ട്, ദ്രാവിഡിയൻ കൾച്ചർ. ഈ സ്ത്രീകൾ അതിരാവിലെ അമ്പലത്തിൽ പോകുന്നു. ഇന്ന് ആ കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? തമിഴ്നാട്ടിൽ പോയിട്ട് ഇവരവിടെ പോയി. ഇവരൊന്നും പേര് മാറ്റിയിട്ടില്ല. ഇനി തമിഴ്നാട്ടിൽ ചില സിനിമ മേഖല എടുക്കുക. അതായത് പ്രധാനപ്പെട്ട അയാളിപ്പോൾ പൊളിറ്റിക്സിലും വന്നിട്ടുണ്ട്. അയാളൊരു കത്തെഴുതി, അയാളുടെ പേര് ജോസഫ് സോ ആൻഡ് സോ, അയാളുടെ പേര് ഞാൻ മറന്നുപോയി. അതായത് തമിഴ്നാട് മൂവി ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത് 60% മുകളിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അത് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ്. ഇനി തമിഴ്നാടിൻ്റെ ഇപ്പോഴത്തെ ഉദയനിധി സ്റ്റാലിൻ ഈ കഴിഞ്ഞിടയ്ക്ക് ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ട് കോയമ്പത്തൂർ വന്നു. എന്തായാലും പറഞ്ഞതെന്നറിയോ? ഐ ആം പ്രൗഡ് ടു ബി എ ക്രിസ്ത്യൻ. എന്താ പറയാൻ കാരണം എന്തുവാ? കാരണം അയാൾക്കും പിടികിട്ടി തമിഴ്നാട് വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ക്രിസ്ത്യൻസിന് വലിയ സ്വാധീനമായി. തമിഴ്നാട് ക്രിസ്ത്യൻ ഹാർഡ് കോർ ക്രിസ്ത്യൻസ് ആണ്. ഇനി തമിഴ്നാട് ഇത്രമാത്രം ഈ ബാക്ക്വേർഡ് ക്ലാസ് ഉണ്ടാകാൻ കാരണം എന്തുവാ? ക്രിസ്ത്യൻസ് ആകാൻ കാരണം എന്തുവാ? കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അതായത് ഇന്ത്യയിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ മധുര, രാമാനന്തപുരം, അവിടെ കാസ്റ്റ് വാറുണ്ട്. അപ്പർ കാസ്റ്റും ഈ പറയുന്ന ലോവർ കാസ്റ്റും ഇതിൻ്റെ. അപ്പം ഞാൻ ആ സിനിമ നടന്ന വിജയ് എന്ന് പറഞ്ഞ സിനിമാ നടൻ്റെ കാര്യം പറയാം. അയാളുടെ കൂടെ ഇത്രയും പേര്, അതിൻ്റെ പേര് ജോസഫ് വിജയ എന്ന് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ അകത്ത് അയാളുടെ ലെറ്റർ പാടിൽ ജീസസ് ഈസ് മൈ സേവിയർ എന്ന് എഴുതി പരസ്യമായിട്ട് കൊടുത്തു. എൻ്റെ കാര്യം എന്തു? റീസൺ അയാൾക്കറിയാം. അയാളുടെ കൂടെ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പോകുന്നത് ഈ പറയുന്ന കൺവേർട്ടഡ് ക്രിസ്ത്യനാണ്. അതാണ് എൻ്റെ കാരണം, അതാണ് എൻ്റെ റീസൺ. കാരണം അവിടുത്തെ പൊളിറ്റീഷ്യൻസിന് പിടിയിട്ട് അവിടെ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന കൺവേർട്ടഡ് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ്. ഇനി തമിഴ്നാട്ടിലെ സിനിമാ ലോകത്തെ പറ്റി ഞാൻ പറഞ്ഞു. ഇനി തമിഴ്നാട് ആർട്ടിൻ്റെ ലോകം, അതും അതിൻ്റെ അവിടുത്തെ ബ്യൂറോക്രസി എടുത്ത് നോക്കുക. ഇവർ മുഴുവനും കൺവേർട്ടായി മാറി. പോലീസിനെ എടുത്ത് നോക്കുക, കൺവേർട്ടായി മാറി. അവിടെ നിന്ന് ഇന്ത്യൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്നവർ അവരും കൺവേർട്ടായി മാറി. ഇതാണ് ഉണ്ടായത് തമിഴ്നാട്ടിലും ആന്ധ്രയിലും. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക, എവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചത്, അവിടെയാണ് അതിനെയാണ് ഇനി തമിഴ്നാടും ആന്ധ്രയൊന്നും നിങ്ങൾ വർക്കൗട്ട് ചെയ്തൊരു പുല്ലും നടക്കാൻ പോകുന്നില്ല. അതേപോലെ ഞാനൊരു ക്ലാസിക് എക്സാമ്പിൾ പറയാം. ഈ പോണ്ടിച്ചേരിയുള്ള പിക്മർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിൽ. അവിടെയുള്ള ഡോക്ടേഴ്സ്, ഇവരൊന്നും പേര് മാറിയിട്ടില്ല. ഡോക്ടേഴ്സ് സ്റ്റാഫും അവർ 60% മുകളിൽ കൺവേർട്ടഡ് ക്രിസ്ത്യനാണ്. മനസ്സിലായോ? അവിടെ വരുന്ന രോഗിയോടൊക്കെ അവരെല്ലാം ഗവൺമെൻറ് എല്ലാം ഫ്രീ ആണ് മുഴുവനും. ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടേഴ്സുമാണുള്ളത്. അതേപോലെ തമിഴ്നാട്ടിലെ ആന്ധ്രയിലെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നവരെല്ലാം തന്നെ വലിയൊരു ശതമാനം ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ്. അതായത് നിങ്ങൾ അബദ്ധം വിളിച്ച് പറയരുത്, ഇവരെല്ലാം കൺവേർട്ടഡായി മാറി. ആ ഒരു വലിയ റിവൈവലാണ് ഈ 2 സ്റ്റേറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റിഫ്ലക്ഷൻ ശബരിമലയിൽ വരെ അടിച്ചിട്ടുണ്ട്. അതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട കണ്ടന്റ്.